ഇപ്പോഴാണ് നമ്മുടെ KSU പരിപാടികൾക്കൊക്കെ വരുന്ന ഞാൻ വിബിയേട്ടനോട് പോയിട്ട് ചോദിച്ചു, വിബിയേട്ടാ നിങ്ങളിങ്ങനെ മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് എനിക്ക് പറ്റില്ല, ഞാൻ എന്താണ് റെയിൽവേൻ്റെ എക്സാം എഴുതി നിൽക്കുകയാണ്, എനിക്ക് ജോലി കിട്ടും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാൻ അത്ര നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ മത്സരിക്കാം, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ 3ാം വട്ടമാണ് പുള്ളി മത്സരിക്കുന്നത്. ഇനി വിപിനോടൊരു ചോദ്യം, ഇനി റെയിൽവേയുടെ ജോലി കിട്ടിയാൽ പോവോ? ഇനിയിപ്പോൾ എന്തായാലും പോകാൻ കഴിയില്ല, കാരണം പാർട്ടി കേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി ഒരു PSC എക്സാമോ മറ്റു എക്സാമോ എഴുതി പോകാൻ കഴിയില്ലല്ലോ. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നു വന്ന് സംസ്ഥാനത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കുന്ന നിരവധി നേതാക്കൾ നമുക്കുണ്ട്. ഞാൻ ചരിത്രമുറങ്ങുന്ന പാലക്കാട് വിക്ടോറിയയുടെ മുറ്റത്താണ് ഉള്ളത്. ഇവിടെ 7 സ്ഥാനാർത്ഥികൾ, ഇവർ ഈ പല കാലഘട്ടങ്ങളായി ഏതാണ്ട് സമാന കാലഘട്ടത്തിൽ ഈ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഇവർ എല്ലാവരും ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. അജാസ് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. ജില്ലാ പഞ്ചായത്ത് കൊഴമന്നം ഡിവിഷനിൽ നിന്നാണ് ഈ കൊല്ലം മത്സരിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് മത്സരം. കോളേജിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ഈ വിക്ടോറിയയിൽ തന്നെ മത്സരിച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവിടുന്ന് ചെയർമാനാകാനും UEC ആകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി. വിക്ടോറിയൻ്റെ ഒരു കരുത്തിലാണ് ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിക്കുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞാൽ വിക്ടോറിയ ഒരു ചെങ്കോട്ട എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മത്സരിച്ച് ആ കോട്ടയൊക്കെ പൊളിച്ചെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പാർട്ടി എനിക്ക് ഈ ഒരു അവസരം തന്നിരിക്കുന്നത്. അത് ഞാൻ പാർട്ടി എനിക്ക് തന്നത് ഒരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആ പോരാട്ടവും കൊണ്ട് എന്തായാലും പോകും, ജനങ്ങളുടെ ഇടയിൽ വോട്ടഭ്യർത്ഥിക്കും. ഇപ്പോഴത്തെ സർക്കാർ വിരുദ്ധതയും ശബരിമല വിഷയവും അതുപോലെ തന്നെ ഒരുപാട് സർക്കാരിൻ്റെ വിരുദ്ധതയൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞ് അത് വോട്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗജി അങ്ങോട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ മരുതോട് പഞ്ചായത്തിലെ 18ാം വാർഡ് കല്ലിപ്പള്ളി വെസ്റ്റ് എന്ന് പറയുന്ന വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഈ ക്യാമ്പസിലേക്ക് വീണ്ടും വന്നു, അന്ന് സമാന ആളുകളെയൊക്കെ കാണുമ്പോൾ എന്തൊരു ഫീല്? തീർച്ചയായും ഈ പറയുന്നത് പോലെ വിക്ടോറിയയിൽ പഠിച്ചിരുന്ന കാലത്തൊരു പോരാട്ടം തന്നെയായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് എല്ലാം തുടങ്ങുന്നത്. ആ പോരാട്ട വീര്യം തിരിച്ചു കിട്ടിയ പോലെ കാലങ്ങളായിട്ട് പോകും. വിക്ടോറിയയിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ 2015-ലും 14-ലും ഒക്കെ കുട്ടികൾ തന്നെയാണ്, വിക്ടോറിയൻസ് തന്നെയാണ്. ആ ഒരു വികാരം എപ്പോഴും കൂടെയുണ്ട്, അതെന്നും കരുത്തായിട്ട് തന്നെ കൂടെ ഉണ്ടാവും. എവിടെ മത്സരിക്കുന്നത്? ഞാൻ കോങ്ങാട് പഞ്ചായത്തിലെ 17ാം വാർഡ് പാറശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് മത്സരിക്കുന്നത്. വിക്ടോറിയയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? വിക്ടോറിയ കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ ഒരു കരുത്തിപ്പോഴും ഉണ്ട്. കരുത്തുണ്ട്. വിക്ടോറിയയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യൂണിയൻ പിടിച്ച ആ ഒരു പാനലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അതേ ഫൈറ്റ് തന്നെയാണ് അവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എവിടെയാ? എൻ്റെ പേര് സ്മിജ എന്നാണ്. ഞാൻ കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡ് മന്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ വിക്ടോറിയയിൽ 2015-18 ബാച്ചായിരുന്നു. അപ്പോൾ അജാസ്ക ചെയർമാനായിട്ടും ഗൗജ വൈസ് ചെയർമാനായിട്ടും വിജയിച്ച സമയത്ത് ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം ഒരുമിച്ച് നടത്തിയ ക്യാമ്പസാണ് വിക്ടോറിയ. ഈ നിങ്ങൾ ഉണ്ടായിരുന്നൊരു സമയത്ത് ഈ KSU കുറച്ചുകൂടി ശക്തമായിരുന്നു തോന്നുന്നു അല്ലേ? അല്ല, KSU ഇപ്പോൾ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. KSUവിന് യൂണിറ്റുകൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരവേണ്ടത്. ഇപ്പോൾ പഴയൊരു KSUക്കാരി എന്ന നിലയ്ക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ വന്നിങ്ങനെ ഇരുന്ന്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് കോട്ടായി ഡിവിഷനിൽ മത്സരിക്കാനുള്ള എനിക്കൊരു അവസരം കിട്ടിയത് തന്നെ ഈ ഒരു KSUക്കാരി ആയതുകൊണ്ട് തന്നെയാണ്. തികച്ച സന്തോഷം. ബാദുഷി ഇവിടെ ചെയർമാനായിരുന്നു. ഞാനിവിടെ ചെയർമാനായിരുന്നു. 2022 ഞാൻ വിക്ടോറിയയിലെ ചെയർമാനായിരുന്നു. ഡിഗ്രി ഇവിടെ BSc സൈക്കോളജി ബിരുദം പൂർത്തിയാക്കി. ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ MA ഫിലോസഫി ചെയ്യാണ്. അവിടെയും യൂണിയൻ ഭാരവാഹിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ UEC ആയിരുന്നു, PG റപ്പായിരുന്നു. ഞാൻ BSc സൈക്കോളജി ആയിരുന്നു. സൈക്കോളജിയിൽ നിന്ന് ഫിലോസഫിയിലേക്ക്. ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് വിപിനാണ്. ഇപ്പോൾ 2 തവണ ജയിച്ചു അല്ലേ? 3ാം തവണയാണ് മത്സരിക്കുന്നത്. 2 തവണ നഗരസഭയിലേക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഇത്തവണ 41ാം വാർഡ് ന്യൂറണി അഗ്രഹാരം ഉൾപ്പെടെ വരുന്ന പ്രദേശത്താണ് മത്സരിക്കുന്നത്. പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്ന് ഒരു KSUക്കാരനായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ 41ാം വാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അജാസ് ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്ത് ഈ വിക്ടോറിയ കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിങ്ങളുണ്ടാകുമ്പോൾ ഈ യൂണിയൻ പിടിച്ചു. ഇപ്പോൾ 2 ചെയർമാന്മാർ, അന്ന് ഈ വൈസ് ചെയർമാന്, ജനറൽ സെക്രട്ടറി ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ റിസൾട്ടിൽ KSU വലിയ നിരാശയല്ലേ ഉള്ളത്? നിരാശയാണോ ചോദിച്ചാണ്. അത് ഞങ്ങൾ തിരിച്ചു വരും. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ തിരിച്ചു വരും. ഒരു കാലത്ത് ഈ പാലക്കാട് നഗരസഭ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു, UDFൻ്റെ കോട്ടയായിരുന്നു. ഇത് KSUവിൻ്റെ വലിയൊരു ശക്തി കേന്ദ്രമായിരുന്നു. അപ്പോൾ രണ്ടും തിരിച്ചു പിടിക്കും ഉറപ്പായിട്ടും. നഗരസഭ മാത്രമല്ല, ഞങ്ങൾ പാലക്കാട് ജില്ലാ പഞ്ചായത്തും നമ്മൾ തിരിച്ചു പിടിക്കും. ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളവും ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഇപ്പോൾ ഈ പഠിക്കുന്ന സമയത്തെ പഠനം, രാഷ്ട്രീയ പ്രവർത്തനം, പ്രണയം എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുവരുന്നത്? പ്രണയമില്ലാത്തതുകൊണ്ട് അത് പിന്നെ കൊണ്ടുപോകേണ്ട കാര്യം വന്നിട്ടില്ല. ഞാൻ ഇവിടെ പഠിക്കുമ്പോൾ സംഘടനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്.
എൻ്റെ ആ സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് ഇവിടെ നമുക്കിങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ പറയാതിരിക്കാൻ സാധിക്കില്ല. വിബിയേട്ടൻ, ഞങ്ങൾ ഏട്ടാന്നാണ് വിളിക്കുക, പുള്ളി എൻ്റെ ജൂനിയറായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വന്നപ്പോൾ അന്നത്തെ MLA ഷാഫിക്ക് എൻ്റെ അടുത്ത് വിക്ടോറിയയിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കുക, 2ാം വാർഡിലെ ബൈ ഇലക്ഷൻ വന്ന് സാധിക്കുക ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ KSU പരിപാടികൾക്കൊക്കെ വരുന്നത് ഞാൻ വിബിയേട്ടനോട് പോയിട്ട് ചോദിച്ചു, വിബിയേട്ടാ നിങ്ങളിങ്ങനെ മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് എനിക്ക് പറ്റില്ല, ഞാൻ എന്താണ് റെയിൽവേൻ്റെ എക്സാം എഴുതി നിൽക്കുകയാണ്, എനിക്ക് ജോലി കിട്ടും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാൻ അത്ര നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ മത്സരിക്കാം, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ 3ാം വട്ടമാണ് പുള്ളി മത്സരിക്കുന്നത്. ഇനി വിപിനോടൊരു ചോദ്യം, ഇനി റെയിൽവേയുടെ ജോലി കിട്ടിയാൽ പോവോ? ഇനിയിപ്പോൾ എന്തായാലും പോകാൻ കഴിയില്ല, കാരണം പാർട്ടി കേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി ഒരു PSC എക്സാമോ മറ്റു എക്സാമോ എഴുതി പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ശമ്പളമൊക്കെ കുറവാണെങ്കിലും ജനപ്രതിനിധി ജനസേവനം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുത്തു അങ്ങ് മുന്നോട്ട് പോകുന്നു. ഇതിലിപ്പോൾ ഈ പഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലെ, നഗരസഭ എല്ലാം 7 ആളാണെങ്കിൽ എല്ലാത്തിലും ഉണ്ട്. ഇതിൽ അന്ന് ആരെങ്കിലും നിർബന്ധിച്ച് അങ്ങനെ മത്സരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കിപ്പോഴാണ് വയസ്സായത്, മത്സരിക്കുന്നതിനുള്ള പ്രായം. ഇത് കോളേജിൽ ഇല്ല, ഞാൻ KSUവിന് വേണ്ടിയിട്ട് തന്നെയാണ് കോളേജിൽ കയറിയത്. അന്ന് നിർബന്ധിച്ച് മത്സരിപ്പിച്ച അങ്ങനെയല്ല, അല്ല എന്നെ ആയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ 2nd ഇയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ KSU തുടങ്ങുന്ന ഒരു കാലഘട്ടം, നമ്മളൊരു സ്കൂൾ ലൈഫ് കഴിഞ്ഞ് ക്യാമ്പസിലോട്ട് വരുന്ന സമയത്ത് നല്ല പ്രതീക്ഷയോടെ വരുന്നതാണ്. വിക്ടോറിയ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സിനിമ സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. പക്ഷെ എന്നാൽ നമുക്ക് KSUവിന് അധികം അന്ന് ആളുകളില്ല. അജാസ്ക ഒരു ഗ്രൂപ്പ്, ഒരു യൂണിറ്റ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ നിൽക്കാൻ പറയുന്ന സമയത്തും ഒരു മാനസികമായിട്ടും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ ഒരു ലൈഫിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ അങ്ങനെ മത്സരിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടി. തീർച്ചയായും ആ KSUക്കാരിക്കാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടിയത്. തീർച്ചയായും ഞാൻ പറയും, ആ ഒരു ഇലക്ഷനാണ് എൻ്റെ ജീവൻ തന്നെ ജനങ്ങളിലേക്ക് വരണം, സേവിക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് വന്നത്. ഞാൻ ആ പഴയ KSUക്കാരിയാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കാലയളവിൽ ഉള്ള SFIക്കാർ, ABPക്കാർ, മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ, അവരൊക്കെ ആരെങ്കിലും എവിടെയും മത്സരിക്കുന്നുണ്ടോ? വലിയ ധാരണയില്ല, മത്സരിക്കുന്നുണ്ടാവും. ഉള്ളവർക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ നേരുന്നു. ഉണ്ടെങ്കിൽ നല്ലത്. അറിയോ? എൻ്റെ അറിവിലും ഇല്ല, അറിയില്ല ഇനി മത്സരിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഈ സമീപകാലത്ത് അതിനെ ഞാൻ കണ്ടില്ല. എന്തായാലും ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി അന്ന് വിക്ടോറിയയിൽ പഠിച്ച 7 പേരാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നത്. എന്തായാലും കലാലയ രാഷ്ട്രീയം എന്നത് ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം കൂടിയാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.